പുതുതലമുറയിൽ ലഹരി ഉപയോഗം മുതിർന്നവരിൽ മാത്രമല്ല സ്കൂളുകളിലും കോളേജുകളിലും അമിതമായി ഇത് ഉപയോഗിച്ച് പഠിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിന് കൃത്യമായ മറുപടി നൽകണം. സർ, ഇതുവരെ നടത്തിയ വിമുക്തി പദ്ധതി എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ട് എന്ന് പറഞ്ഞതിനു ശേഷം മതി ബാക്കി ചർച്ച. സ്റ്റിക്കർ, സിന്തറ്റിക് ഹെറോയിൻസ്, പെർഫ്യൂംസ്, മിഠായികൾ എന്നിവ കുട്ടികളെ ലഹരിക്കടിമപ്പെടുത്തുന്നു. സർ, ഇന്ന് നമ്മെ പേടിപ്പെടുത്തുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സർ, ശരിയാണ്. അച്ഛൻ, അമ്മ, പെങ്ങൾ എന്നീ ബന്ധങ്ങൾ ആരെന്നറിയാതെ പല അതിക്രമങ്ങളും ഇന്ന് ധാരാളം നടക്കുന്നുണ്ട്. സർ, ആദ്യം ഇത് പണമില്ലാതെ നൽകുകയും അതിന്റെ ഉപയോഗത്തിനനുസരിച്ച് കച്ചവടം നടത്തുകയും ഇത് വാങ്ങാൻ പണമില്ലാതായപ്പോൾ സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തുന്ന സാഹചര്യമാണ് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നത്. സാർ, എന്റെ മണ്ഡലത്തിൽ ഈ ഉപയോഗത്തിനെതിരെ പല പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം ആൺപെൺവേർതിരിവില്ലാതെ പല അക്രമങ്ങൾക്കും കാരണമാകുന്നു. സമൂഹത്തെ ബാധിക്കുന്ന ലഹരി വസ്തുക്കളിൽ നിന്ന് നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധ തിരിക്കാൻ ആവശ്യമായ മറ്റു പ്രവർത്തനങ്ങൾ നാം കൂടുതൽ കണ്ടെത്തി നൽകേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഏജൻസികളെ കണ്ടെത്തി ഇതിന്റെ ഉപയോഗം നിർത്തലാക്കണമെന്ന് അപേക്ഷിക്കുന്നു. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ പാരമ്പര്യ മയക്കുമരുന്നുകൾ മാത്രമല്ല ഇന്നത്തെ കാലത്ത് വൈവിധ്യമാർന്ന വസ്തുക്കൾ വിദ്യാലയങ്ങളിൽ വരെ സുലഭമാണ്. ഒരു പുതുതലമുറ എങ്ങനെ നല്ല രീതിയിൽ വാർത്തെടുക്കാമെന്നതിന്റെ സമയം അടുത്തിരിക്കുന്നു. കാര്യക്ഷമമായ ഒരു പ്രതിവിധി കണ്ടെത്തണമെന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ പ്രമേയം അനുഭവിക്കുന്നവർ അറിയിക്കുക. കേരളത്തിലെ വിമുക്തി പദ്ധതിയും അതിന്റെ ഭാഗമായി നടന്ന ബോധവൽക്കരണ ക്ലാസുകളും വിദ്യാർത്ഥികളിലും യുവതലമുറകളിലും വളരെയേറെ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രി കൂടുതൽ പറയട്ടെ.